ഉപ്പ് നോക്കിയിട്ടാണ്, ഉപ്പ് പെട്ടെന്ന് പിടിക്കും. ചെറിയ അളവിലേ ഇടാവുള്ളേ. ഇനി ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പൊക്കെ ചേർത്തു. അപ്പോൾ ഓട്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ തീയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെക്കുമ്പോൾ ചിലപ്പോൾ തിളച്ചൊക്കെ പോരും. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കാവുള്ളൂ. ഇച്ചിരി ഗ്യാപ്പിട്ട് വേണം മൂടി വെക്കാൻ. അങ്ങനെ നമ്മുടെ ഓട്സ് വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എടുത്ത് വെക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നട്ട്സും മറ്റേ ഉഴുന്ന് പരിപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇടേണ്ടത്. അതിടാൻ ഞാൻ മറന്നുപോയി. ഞാനിട്ടത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഈ നട്ട്സിൻ്റെയൊക്കെ കാര്യം ഓർത്തത്. സാരമില്ല, നമുക്കിതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതും കൂടെ ഇതൊന്ന് ഇച്ചിരി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. സവോളയൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഓട്സിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉഴുന്ന് പരിപ്പും നിലക്കടലയും കാഷ്യൂവും എല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. സവോളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്തു വെച്ച പൊടികളില്ലേ, അതൊക്കെ ഞാൻ വെള്ളത്തിലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം.
മുളക് അരിഞ്ഞു കഴിഞ്ഞു. ഇനി സവോള അരിയാം. ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുള്ളേ, കാരണം ഇച്ചിരി അല്ലേ ക്വാണ്ടിറ്റി ഉള്ളൂ. പകുതി സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഒരു പിടി തേങ്ങ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മാം. അങ്ങനെ 1-2 പ്രാവശ്യം തുറന്നിളക്കിയിട്ടു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് മൂടി വെക്കാം. അപ്പം മൂടി വെക്കുമ്പം ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ പിടിച്ചോളും. അങ്ങനെ ഇന്നത്തെ തോരൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഞാൻ വാർത്ത് ഇട്ടിട്ടുണ്ട്, അതവിടെ കിടക്കട്ടെ. ഇനി നമുക്കിച്ചിരി മീൻ വറക്കാം. അയല മീനാണ്, ഒരാൾക്കുള്ളത് മതി. 2 എണ്ണം വറക്കാൻ വെച്ചിട്ടുണ്ട്, അത് മൂത്ത് വരട്ടെ. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പി ഉണ്ണാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഊണ്. ചോറ് ഇത് നല്ല തവിട് കൂടുതലുള്ള അരിയാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഷോർട്സൊക്കെ ഇടുമ്പോൾ ഇത് ഏതരിയാണ്. തവിട് കൂടുതലുള്ള അരി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ വാളക്കറിയുടെ തലയാണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട്. ഇനി നമ്മുടെ തോരൻ കറി, ചില്ലിമ്പിക്ക തോരൻ. ഇച്ചിരി എടുത്തുള്ളൂ, ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഇച്ചിരി പുളിയുണ്ട്, എനിക്ക് പുളി ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ അയല ഫ്രൈ. ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ ചോറിൻ്റെ ഇട്ട് വരാവേ. ചോറൊക്കെ ഉണ്ട്, റെസ്റ്റൊക്കെ എടുത്ത് 4 മണിയൊക്കെ ആയപ്പം അടുത്ത പരിപാടിയാണ്. 4 മണി കാപ്പിക്കുള്ള സ്നാക്ക്. ഇത് ഇടിഞ്ചക്കയാണ്. ഇടിഞ്ചക്ക ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് കുക്കറിൽ വെച്ചൊന്ന് ആവി കയറ്റി വേവിച്ചില്ല, വെന്ത് പോയില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നതേ, നല്ലപോലെ വെന്തൊന്നും പോയില്ല. ഇനി ഇത് നമുക്ക് മാവിൽ മുക്കി വറുത്തെടുക്കാം. ഇടിഞ്ചക്ക ഫ്രൈ, ബജി. മാവിനകത്ത് ഞാൻ മൈദയും അരിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് മാവ് ഉണ്ടാക്കിയേക്കുന്നത്. അതിൽ നല്ല തിക്കായിട്ടാണ് മാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഈ നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ട് മുക്കി മാവ് അതിനകത്ത് നല്ലപോലെ പൊതിഞ്ഞെടുത്ത് തിളച്ച എണ്ണയ്ക്കകത്ത് വറുത്തു വരാം. ഇങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇടിച്ചക്ക ഇച്ചിരൂടെ വെന്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങ് വെന്തങ്ങ് അവിഞ്ഞു പോകരുത്. ഒരു മീഡിയം വേവിൽ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ കടലമാവാണേലും കുഴപ്പമൊന്നുമില്ല. കടലമാവും ഇച്ചിരി അരിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ കലക്കിയെടുത്തിട്ട് അതിനകത്ത് മുക്കി ഇടിച്ചക്ക ബജി ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എന്താണേലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.
4 മണിക്കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, നല്ല മഴയാണ്. അടുത്തത് അത്താഴത്തിനുള്ള പരിപാടിയാണ്. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്, പച്ചച്ചക്ക. ഈ ചക്കയൊന്ന് പുഴുങ്ങിയെടുക്കണം. ചെറിയ ചുളയാണ്, ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. കുഞ്ഞു ചുള, തീരെ ചെറിയ ചുളയും ചെറിയ കുരുവാണ്. ഇത് ചകിണിയും കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ഒരുക്കിയെടുക്കട്ടെ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചക്കയുടെ ചകിണി കളയുക, എന്നിട്ട് അത് നടുവേ ഒന്ന് കീറുക, എന്നിട്ട് അതിൻ്റെ അകത്തെ കുരു എടുത്ത് കളയുക. കുരു പാടം മാറ്റി വേറൊരു പാത്രത്തിലാക്കിയാൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ചകിണിയും കുരു എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കും. ഞാൻ ഒരു പാത്രം എടുത്തേ കുരു വേറെ ആക്കട്ടെ കേട്ടോ. എനിവേ, ചക്ക അരിയാൻ അറിയത്തില്ലാത്തവർ നോക്കിക്കോണേ എങ്ങനെ അരിയുന്നെന്ന്. ഓരോ ചുളയെടുത്ത് കൈ പിടിച്ചിട്ട്, കൈമുറിയല്ലേ, കയ്യുറയ്ക്കിട്ടാണ് അരിയുന്നത്. ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടാണ് അരിയേണ്ടത് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എല്ലായിടത്തും ചക്കയൊക്കെ ആയോ? ഇവിടെ ഈ പ്രാവശ്യം ചക്ക ഒത്തിരി താമസിച്ച. സാധാരണ നവംബർ ഡിസംബറിലൊക്കെ ചക്ക വിളയുന്നതാണ്. ഇപ്പോൾ ഒരിടത്തും അങ്ങനെ ആയിട്ടില്ല. ഇത് മറ്റേ ഓൾ സീസൺ പ്ലാവ്, ബഡ് പ്ലാവൊക്കെ ഇല്ലേ, ആയൂർ ജാക്ക്, അങ്ങനത്തെയൊക്കെ പ്ലാവേ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ നാടൻ വലിയ പ്ലാവില്ല, അതിലൊന്നും ചക്ക ആയിട്ടില്ല. വിരിഞ്ഞിട്ടുണ്ട്, പകുതി പോലും വിളവായിട്ടില്ല. എവിടെയൊക്കെ ചക്ക ആയിട്ടുണ്ട്? ആരൊക്കെ ചക്ക തിന്നു? ചക്കപ്പഴമൊക്കെ തിന്നോ എല്ലാവരും?
ചക്ക ഇളക്കാൻ പോവാണേ. ഇതിപ്പോൾ ഒരു ചെറിയ കുക്കറായതുകൊണ്ട് നമുക്കിങ്ങനെ തന്നെ വെച്ച് ഇളക്കാം. വലിയ കലത്തിനകത്തൊക്കെ ആണെങ്കിൽ പണ്ടുള്ളവർ അത് നിലത്തിറക്കി വെച്ച് കാലും കൊണ്ട് ചവിട്ടി പിടിച്ച് തുണിയൊക്കെ കൂട്ടിയാട്ടോ, അല്ലെങ്കിൽ പുള്ളും കാലിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കോട്ട് ചവിട്ടി പിടിച്ച് അങ്ങനെയൊക്കെ ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലർ തുണി കൂട്ടി കലത്തെ പിടിച്ചിട്ട് ഇളക്കും. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇളക്കാൻ വേണ്ടി മാത്രം ഒരു തടി കൊണ്ടുള്ള ഒരു തുടുപ്പെന്നാണ് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഒന്നും ആരും ഉണ്ടാക്കുന്നില്ലല്ലോ. 2 or 3 പേർക്കുള്ളത് പോരെ. അതുകൊണ്ട് ചെറിയ കലത്തിലോ ചെറിയ കുക്കറിലോ ഒക്കെയാണ് എല്ലാവരും വേവിച്ചെടുക്കുന്നത്. അതിങ്ങനെ തവിക്കണ കൊണ്ട് ഇളക്കിയെടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ കേട്ടോ.